നമസ്കാരം സർ. നമസ്കാരം. മുംബൈ ഭീകരാക്രമണ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചേക്കുമെന്നാണ് ഇന്ന് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുള്ളത്. റാണയുടെ പങ്കിലപ്പുറം ഇന്ത്യ ചർച്ച ചെയ്യേണ്ടത് ചിദംബരത്തിന്റെയും കോൺഗ്രസിന്റെയും ഭീകരാക്രമണത്തിലെ പങ്കാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറിന്റെ നിലപാട് എന്താണ് ആ ഒരു വിഷയത്തിൽ? നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണത്തിന് ഒരാൾ മാത്രമേ പിടിക്കപ്പെട്ടിരുന്നു അന്ന്. അജ്മൽ കസബ്. അവനെ തൂക്കിക്കൊന്നു പിന്നെ അത് കഴിഞ്ഞിട്ട്. പക്ഷെ കസബ് ചെറിയൊരു പ്ലെയർ ആയിരുന്നു. അതിൽ വന്ന് 10-12 പേരിൽ ഒരാളായിരുന്നു. അവർക്ക് വേറെ ഒന്നും അറിഞ്ഞൂടാ. അവരുടെ അടുത്ത് കാശും കൊടുത്തു, തോക്കും കൊടുത്തു, അവിടെ പോയി നിങ്ങൾ ആൾക്കാരെ കൊല്ലുന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ, അത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആയിക്കോട്ടെ, തഹവൂർ റാണ ആയിക്കോട്ടെ, പിന്നെ നമുക്കറിയാം ISI പാകിസ്ഥാനിൽ, ഈ 3 പേര് കൂടിയിട്ടാണ് ഈ 26/11 അറ്റാക്ക് നടത്തിയത്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 26/11 തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 10 ദിവസം മുമ്പ് കറാച്ചിയിൽ നിന്ന് ഒരു ബോട്ട് പുറപ്പെട്ടു. അപ്പൊ നമ്മുടെ നേവിയും നമ്മുടെ കോസ്റ്റ് ഗാർഡും എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കും. അവിടുന്ന് വലിയ കപ്പലാണെങ്കിൽ അത്ര വലിയ ഡൗട്ട് വരില്ല. ചെറിയ കപ്പലുകൾ ഇങ്ങടെ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഡൗട്ട് വന്നു. ഇത് ഇന്റർനാഷണൽ വാട്ടറിൽ വെച്ചിട്ട് കോസ്റ്റ് ഗാർഡ് ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഡിഫൻസ് മിനിസ്ട്രിയുടെ അടുത്ത് പറഞ്ഞു, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അടുത്തും പറഞ്ഞു, ഇങ്ങനെ ഒരു ബോട്ട്, ഒരു 10-14 പേരുള്ള ബോട്ട് കറാച്ചി പോർട്ട് വിട്ടിട്ടെന്ന് പറഞ്ഞു. കറാച്ചി പോർട്ട് വിട്ടിട്ടെന്ന് പറഞ്ഞു. ഈ കറാച്ചി പോർട്ട് വിട്ടിട്ട് പോയത് എങ്ങടാണ്? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഈ കറാച്ചി പോർട്ട് വിട്ട് ഈ ബോട്ട് പോയത് ഈ പറയുന്ന മുംബൈയിലേക്ക്. പക്ഷെ ചിദംബരം എന്തോ അന്ന് പാർലമെന്റിൽ റിപ്ലൈ കൊടുത്തത്, ഈ ബോട്ടിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഈ ബോട്ടിനെ ഇനി ട്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ബോട്ട് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അതെന്താണ് കാരണം? ഇതൊക്കെ ഞാൻ പറയുന്നതല്ല. RVS മണി, പണ്ട് അണ്ടർ സെക്രട്ടറി ഓഫ് ഹോം അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഈ 26/11 നടന്ന സമയത്ത് അദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരുന്നു ഹോം അഫയേഴ്സ്, നല്ല സീനിയർ പോസ്റ്റാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, മിത്ത് ഓഫ് ഹിന്ദു ടെറർ. നമുക്കറിയാം, ഈ 26/11 നടന്ന് ഒരു ആഴ്ചക്കുള്ളിൽ ദിഗ്വിജയ് സിംഗും കുറെ മുസ്ലിം നേതാക്കളും കൂടിയിട്ട് ഒരു പുസ്തകം ഇറക്കി, 26/11 RSS की സാജിഷ്. എന്നാൽ RSSകാരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള പറ്റിയിട്ട് ആലോചിച്ച് നോക്കും. ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടില്ല, ഇവനെ അറസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. കസബിനെ അവൻ ഇന്റർഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് ഒരു പുസ്തകം അച്ചടിച്ച് പുറത്തേക്ക് കൊടുക്കും. അപ്പൊ അതിനകത്ത് ഈ പുസ്തകം ആദ്യം തന്നെ റെഡിയായിരുന്നു. നമുക്കറിയാവുന്നത് RVS മണിയുടെ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചു, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ഈ 26/11 നടക്കുന്നതിന് ഒരു 3 ദിവസം മുമ്പ് ഇന്ത്യയിലെ കംപ്ലീറ്റ് ഹോം മിനിസ്ട്രിയുടെ സീനിയർ ഒഫീഷ്യൽസ് എല്ലാം പാകിസ്ഥാനിലേക്ക് ഒരു ബൈലാറ്ററൽ ടോക്സിന് പോയി. പാകിസ്ഥാൻ അവരെ വിളിപ്പിച്ചു, അങ്ങോട്ട് വരൂ നിങ്ങൾ, നമുക്കിന്ന് ചർച്ച ചെയ്യാമെന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സീനിയർ മോസ്റ്റ് ബ്യൂറോക്രാറ്റ്സും ഹോം മിനിസ്ട്രിയിലെ അന്നത്തെ ദിവസം പാകിസ്ഥാനിലായിരുന്നു. അന്ന് വൈകുന്നേരം അവർ തിരിച്ചു വരേണ്ടതാണ്. 26/11 അന്ന് വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ട്. ഫ്ലൈറ്റ് എല്ലാം ബുക്കായിരുന്നു. പക്ഷെ എന്തോ ഒരു കാരണത്താൽ പാകിസ്ഥാനിലെ ഹോം മിനിസ്ട്രി, പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസീസും ഇവരെ ഒരു റിസോർട്ടിലേക്ക് മാറ്റി. നമുക്ക് കുറച്ചുകൂടി ചർച്ച റിസോർട്ട് വെച്ച് നടത്താം, പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ദൂരം ഒരു റിസോർട്ടിലേക്ക് മാറ്റിയില്ല. ആ ഏരിയയിൽ സിഗ്നൽ ഇല്ല, മൊബൈൽ സിഗ്നൽസ് കിട്ടില്ല. ആ ഏരിയയിൽ എത്തിയപ്പോഴാണ് അന്ന് രാത്രിയാണ് 26/11 അറ്റാക്ക് നടന്നത്. ആ സമയത്ത് കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ ആള്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കൺട്രോൾ റൂം എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. എപ്പോഴും 24/7 അതിൽ ആരെങ്കിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അന്നത്തെ ദിവസം RVS മണി മാത്രം ആ റൂമിൽ ഉണ്ടായിരുന്നു. ഞാൻ RVS മണി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് 2-3 പ്രാവശ്യം ഇതിനെ പറ്റിയിട്ട്. ഇതിനു ജനം TVയിൽ ഒരിക്കൽ ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ആ വീഡിയോ എപ്പോഴും ജനം TVയിൽ കാണും. അതിന് ക്ലിയർ ആയിട്ട് RVS മണി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ ഒരു റോൾ ഉണ്ട്. നമുക്കറിയേണ്ട തഹവൂർ റാണ ആ റോള് കൺഫേം ചെയ്യോ ഇല്ല എന്നാണ്. ഇതിന് വേറൊരു കാര്യം, രണ്ടാമത്തെ, ഇപ്പൊ ചിദംബരത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഒരു നേവൽ ഡോക്ടറിനിൽ ഒരു കപ്പലിനെ, ഒരു എനിമി ഷിപ്പിനെ ഒരിക്കൽ നേവിക്കാർ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വിടില്ല, അതിന് പിന്തുടർന്ന് നിൽക്കുക. പക്ഷെ എന്തോ കാരണത്താൽ ചിദംബരം എന്താണ് പറഞ്ഞത്, ഈ ഷിപ്പ് അങ്ങോട്ട് പൊക്കോട്ടെ, ഈ ബോട്ട് അങ്ങോട്ട് പൊക്കോട്ടെ, നിങ്ങൾ അതിന് പിന്നെ പോകേണ്ട ആവശ്യമില്ല. 2, ഈ അറ്റാക്ക് നടന്ന ദിവസം രാത്രി മാനേസാർ എന്ന് പറയും, ഡൽഹിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ ബ്ലാക്ക് കാറ്റ് കമാൻഡോസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. അന്നത്തെ ദിവസം രാത്രി ഇവരെ മാനേസാറിന് എത്തിച്ചു. നമുക്കറിയാം 7-8 മണിക്കാണ് ഈ അറ്റാക്ക് തുടങ്ങിയത്, ലിയോപോൾ കഫേലും താജ്മഹലിലും ട്രൈഡന്റിലേക്ക്.
പക്ഷെ ഇവര് ഡൽഹി എയർപോർട്ട് പാലം ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ച ഒരു 11:30-12 മണി സമയത്തായിരുന്നു. അവർക്ക് ഒരു ഫ്ലൈറ്റ് റെഡി ആയിരുന്നു അവർ ഡൽഹിക്ക് കൊണ്ടുപോകാൻ, മുംബൈക്ക് കൊണ്ടുപോകാൻ. ഒരു 10-60 പേരുണ്ടായിരുന്നു കമാൻഡോസ്. പക്ഷെ എന്തോ കാരണം അന്നത്തെ ഹോം മിനിസ്റ്റർ ശിവരാജ് പാട്ടീൽ പറഞ്ഞു, ഇല്ല ഞാനും അതേ പ്ലെയിനിൽ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ. ശിവരാജ് പാട്ടീൽ വന്നില്ല. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശിവരാജ് പാട്ടീൽ ഡൽഹി എയർപോർട്ടിൽ എത്തിയത്. ആലോചിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പാലം ടെക്നിക്കൽ ഏരിയ ഒരു 20 മിനിറ്റിൽ കവർ ചെയ്യാം കോൺവോയ് ഉണ്ടെങ്കിൽ, ഗ്രീൻ കോൺവോയ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇദ്ദേഹം വേറെ കുറെ പ്ലെയിൻ ഉണ്ട്, ഇദ്ദേഹത്തിന് പോകാൻ വേണ്ടി BSFന്റെ പ്ലെയിനുകളുണ്ട്, ആർമിയുടെ പ്ലെയിൻ. പക്ഷെ എന്താണ് ഈ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് തടഞ്ഞു വെച്ചത്? ഇവര് ബൊംബെയിലെങ്ങാൻ ഒരു 2 മണിക്കൂർ മുമ്പോടെ എത്തിങ്ങ കുറെ മരിച്ച 140 പേരിൽ അറ്റ്ലീസ്റ്റ് 70-80 പേരെ രക്ഷിക്കാൻ ശിവരാജ് പാട്ടീൽ സമ്മതിച്ചില്ല. അവസാനം ഇവര് ഡൽഹിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ കാലത്ത് 2:30 മണി, മുംബൈയിൽ എത്തിയപ്പോൾ 3:30 മണി. ആലോചിക്കോ, ഇവര് ഒരു 1:30 മുംബൈയിൽ എത്താൻ പറ്റിയെന്ന് സുഖമായിട്ട്. പക്ഷെ എത്തിയില്ല. ശിവരാജ് പാട്ടീൽ ഡിലേ ചെയ്തു. രണ്ടാമത്തെ കാര്യം, അവിടെ ലാൻഡ് ചെയ്തിട്ട് ശിവരാജ് പാട്ടീൽ പറയാം അയാൾക്ക് ഗാർഡ് ഓഫ് ഓണർ വേണം. ആലോചിച്ചോ, അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് താജിലും മറ്റു സ്ഥലങ്ങളിലും. ശിവരാജ് പാട്ടീൽ പറയാം അയാൾക്ക് ഗാർഡ് ഓഫ് ഓണർ വേണം. പ്ലെയിനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ഇനിയും ഇവര് നിർത്തി പ്ലെയിനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇവർക്കൊക്കെ. അങ്ങനെ ഇവർ അവസാനം താജിലെത്തിയപ്പോൾ 4:30-5 മണി കാലത്ത് അതിനുള്ള 140 പേര് കൊല്ലപ്പെട്ടു. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അതിലൊരു എന്താ പറയുക ഒരു മാർട്ടറായിരുന്നു ആദ്യത്തെ കോസ്റ്റ്. നമുക്കറിയാനുള്ളത് ഇപ്പൊ തവഹൂർ റാണയ്ക്ക് ഇതൊക്കെ അറിയാം. ബിക്കോസ് ഇവര് രണ്ടുപേരും ഡേവിഡ് കോൾമൻ ഹെഡ്ലിയും തവൂർ റാണയായിരുന്നു ഇതിന്റെ പിന്നിലുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് മുംബൈയിൽ വന്ന് അവിടെ തവൂർ റാണിനെ റെനൈസൻസ് എന്ന ഹോട്ടലിൽ താമസിച്ച ഒരാഴ്ച കംപ്ലീറ്റ് മുംബൈ അന്നത്തെ ബോംബെ കംപ്ലീറ്റ് സർവൈലൻസ് ചെയ്ത് ഏതേത് സ്ഥലങ്ങളാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, എത്ര സമയമെടുക്കും, ആ സമയത്ത് എത്ര ട്രാഫിക് ഉണ്ടാവും, എത്ര പേര് അവിടെ ഉണ്ടാവും, എത്ര സുരക്ഷാ കർമ്മികൾ ഉണ്ടാവും, ഇതൊക്കെ നോട്ട് ചെയ്തിട്ടാണ് അവസാനം ഈ അറ്റാക്ക് എല്ലാം പ്ലാൻ ചെയ്തത്. ഈ പറഞ്ഞ മാതിരി അവിടുന്ന് വന്ന 14 പയ്യന്മാര് അവരൊക്കെ വെറും ഒരു മാപ്പും കൊടുത്തിരുന്നു, ലൊക്കേഷൻ കൊടുത്ത അവരുടെ ഈ സ്ഥലത്ത് എത്തണം നിങ്ങളെന്ന് പറഞ്ഞു. അത്രയുള്ളൂ. അത് ഹെബാർഡ് ഹൗസ് ആവാം നമ്മുടെ ഇസ്രേലിക്കാരുടെ, അല്ലെങ്കിൽ ലിയോപോൾഡ് കഫേ, താജ് ഹോട്ടൽ, CST ഛത്രപതി ശിവാജി ടെർമിനസ്, പിന്നെ ട്രൈഡന്റ്, ഈ സ്ഥലങ്ങളാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്തത്. പക്ഷെ ഇതിന്റെ പിന്നില് കളിച്ച കളിയാണ് നമുക്ക് അറിയേണ്ടത്. തഹവൂർ റാണ എന്ത് പറയും, എന്തൊക്കെ പറഞ്ഞാൽ കോൺഫസ് ചെയ്യും, അതിനുള്ള പ്രൂഫ് എവിടെയുണ്ട്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പക്ഷെ ഇതിൽ കുറെ ഡോക്യുമെന്റേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി RVS മണിയുടെ ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്ന ബുക്കിൽ വിത്ത് എവിഡൻസ്, വെറുതെ പറയല്ല, പാർലമെന്റിൽ കൊടുത്ത റിപ്ലൈ, അന്നത്തെ ദിവസം നടന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ എല്ലാം ആ പുസ്തകത്തിലുണ്ട്. അപ്പോ എനിക്ക് അടുത്തൊരു ഈ പറഞ്ഞ 15-20 ദിവസത്തിൽ ഈ ഇന്ററോഗേഷൻ കഴിഞ്ഞാൽ ആ സമയത്തുള്ളിൽ നമുക്ക് പുതിയ വിവരങ്ങൾ പുറത്തു വരും. ഞാൻ പറയണമെങ്കിൽ മോദി ഗവൺമെന്റ് ആ വിവരങ്ങളെല്ലാം പുറത്തു വിടണം. ഈ നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ ദേശത്തിന് അറിയണം 26/11 നടത്തിയത്, മുംബൈ ടെറർ അറ്റാക്ക് നടത്തിയത് വെറും പാകിസ്ഥാനിൽ നിന്ന് വന്ന ടെററിസ്റ്റ് ആയിരുന്നു, അതോ എവിടെയുള്ള കുറെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അതിൽ കൈയുണ്ടായിരുന്നു. ബിക്കോസ് RVS മണിയുടെ പുസ്തകത്തിൽ വന്ന ഒന്നും ഇവരാരും ഡിനൈ ചെയ്തിട്ടില്ല. ചിദംബരം ആവട്ടെ, ശിവരാജ് പാട്ടീൽ ആവട്ടെ, ആരും ഡിനൈ ചെയ്തിട്ടില്ല. നടന്നില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രൂഫ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഇത് കണ്ടറിയണം, എങ്ങനെ നടക്കാൻ പോകുന്ന അടുത്തൊരു ഈ പറഞ്ഞ സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്ററോഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു പ്ലേയേഴ്സ്, ഇതൊക്കെ നമുക്കറിയാം. പാകിസ്ഥാൻ മാത്രമല്ല, പാകിസ്ഥാൻ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം, ISI ആയിരുന്നു അതിന്റെ പിന്നിൽ. പക്ഷെ അതല്ലാണ്ട് ബിക്കോസ് ഒരു ഹോം സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു മുംബൈയില് അന്ന് ആ കോളിവാട എന്ന് പറയുന്ന ഒരു ഫിഷർമെൻ കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇവർ ആദ്യം വന്ന് ബോട്ട് ഇറക്കിയത്. ഇപ്പോഴും വേണമെങ്കിൽ പോയി നോക്കിക്കോളൂ. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നേരം ഒരു 5 മണി സമയത്ത് ഒരു ക്യാബ് കിട്ടില്ല അവിടെ. അന്ന് ഊബറും മോളിയൊന്നും ഇല്ല, ക്യാബ് കിട്ടില്ല. പക്ഷെ ഇവർക്ക് റെഡി ആയിട്ട് 10 ക്യാബ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പോവാൻ നിങ്ങളുടെ ഡിസ്റ്റൻസ്, അവർക്ക് കാശ്, ഇന്ത്യൻ റുപ്പീസ് എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു, ക്യാബുകാർക്ക് കൊടുക്കാനുള്ള കാശ്. ഇതൊക്കെ ആര് അറേഞ്ച് ചെയ്തു? മുംബൈ താജ് ഹോട്ടലിന്റെ ഒരു മുമ്പില് ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ടായിരുന്നു. പെട്ടിക്കട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു വൈകുന്നേരം ഈ മുട്ടയൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ടല്ലോ, മുട്ടയും ബ്രെഡൊക്കെ, അങ്ങനത്തെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകട അന്നത്തെ രാത്രിയിൽ അറ്റാക്ക് കഴിഞ്ഞിട്ട് അയാളെ കാണാനില്ല. എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ ഇതില് ഈ പറഞ്ഞ പോലെ ഈവൻ ആയുധങ്ങള് താജിന്റെ ഉള്ളിൽ എത്തിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ ഇത്ര ബാഗും കൊണ്ടല്ല താജിന്റെ ഉള്ളിലേക്ക് എത്തിയത്, അവർ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബാഗും കൊണ്ടാണ് വന്നത്. അതിനകത്ത് താജിന്റെ ഉള്ളിൽ ആരോ ഇതൊക്കെ ആദ്യം തന്നെ ഈ ആയുധങ്ങളെല്ലാം കൊണ്ടേ വെച്ചിരുന്നു.
ആരാണ് അവർ, എങ്ങനെയാണ് ചെയ്തത്, ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരാണ്, കാശ് എവിടുന്ന് വന്നു, ഇതൊക്കെ നമുക്ക് അറിയണം. അറിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറയും ഒരു ക്ലോഷർ കിട്ടുള്ളൂ, ഇതിനൊരു എന്താ പറയുക ഫൈനാലിറ്റി കിട്ടും. അത് തവൂർ റാണയുടെ ഇന്റർഗേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ടതാണ്. അതിൽ ഈ പറഞ്ഞ മാതിരി RVS ഉമായിട്ട് പുസ്തകം നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിക്കാം, ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ. അതിൽ ഈ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.